എന്തുകൊണ്ട് ഷംസീറിനെ മത്സരിപ്പിച്ചില്ല എന്നുള്ള ചോദ്യത്തിന് ഉത്തരമില്ല. എന്തുകൊണ്ട് ഷംസീറിനെ മാറ്റി നിർത്തി? എന്തുകൊണ്ടാണ് തളിപ്പറമ്പിൽ ഈ പി കെ ശ്യാമളയെ കൊണ്ടുവന്നത്? അതുപോലെ തന്നെ മട്ടന്നൂരിൽ സനോജ് മത്സരിക്കട്ടെ, ടീച്ചർ മാറി നിൽക്കട്ടെ എന്ന് തീരുമാനിക്കുന്നു. ടീച്ചർ അത് അംഗീകരിക്കുന്നു. ഞാൻ മട്ടന്നൂരിൽ അല്ലെങ്കിൽ മത്സരിക്കുന്നില്ല എന്ന് തീരുമാനിക്കുന്നു. വനിതാ പ്രാതിനിധ്യം കൂട്ടാൻ വേണ്ടിയിട്ടുള്ള നിലപാടായിരുന്നു എങ്കിൽ ടീച്ചറെ എന്ത് ചെയ്യണം? മട്ടന്നൂരിൽ തന്നെ മത്സരിപ്പിക്കണമായിരുന്നു. അത്തരത്തിലുള്ള വലിയ സ്വീകാര്യത ഉണ്ടായിരുന്ന സുകന്യയെ പോലുള്ള നേതാക്കന്മാരെ മാറ്റി നിർത്തിക്കൊണ്ട് എന്തിനാണ് ഈ ശ്യാമളയെ കെട്ടിയിറക്കിയത് എന്നുള്ള ചോദ്യത്തിന് CPM ഇന്നുവരെ ഉത്തരം പറഞ്ഞിട്ടില്ല. ഇത് പലരുടെയും താല്പര്യത്തിനനുസരിച്ച് പല രീതിയിലുള്ള സ്ഥാനാർത്ഥികൾ പല സ്ഥലങ്ങളിലും വന്നു എന്നുള്ള നമ്മളിൽ കാണേണ്ടതുണ്ട്. ഇപ്പം തൃക്കാക്കരയിലെ സ്ഥാനാർത്ഥി എന്തുകൊണ്ടാണ് കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പിൽ വന്ന ജോനെ തന്നെ മത്സരിപ്പിക്കാൻ വേണ്ടിയിട്ട് പറ്റാതെ പോയത്? രാജേട്ടാ നമസ്കാരം. നമസ്കാരം. രാജേട്ടാ, ഈ LDF ഒരു കനത്ത പരാജയം ഏറ്റുവാങ്ങിയിരിക്കുന്നു. പലരും പിണറായി വിജയൻ എന്ന ഒരു ഇതിലേക്ക് മാത്രം പോകുമ്പോഴും ഒരുപാട് വിയോജിപ്പുകൾ പല ഭാഗത്തുനിന്നും വരുന്നുണ്ട്. PK ഗുരുദാസൻ ഉൾപ്പെടെയുള്ള ആളുകൾ ഇന്ന് പറഞ്ഞിട്ടുണ്ട്, ഒരു പിണറായിയുടെ ചില പ്രസ്താവനകൾ കൊണ്ട് മാത്രമല്ല ഭരണം നഷ്ടപ്പെട്ടിരിക്കുന്നത് വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. CPMന്റെ സ്ഥാനാർത്ഥി നിർണയത്തെക്കുറിച്ച് കൂടി നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട്. അപ്പോൾ അങ്ങനെ പരിശോധിക്കുന്ന സമയത്ത് മാറ്റി നിർത്തപ്പെട്ട ഒരുപാട് നേതാക്കന്മാരുണ്ട്. അതായത് നമ്മൾ ഈ പ്രാവശ്യം നിയമസഭയിൽ തീർച്ചയായിട്ടും ഉണ്ടാകും എന്ന് കരുതിയിരുന്ന ചില ആളുകൾ. അതിലേറ്റവും പ്രധാനപ്പെട്ട ആളാണ് സ്പീക്കറായിരുന്ന AN ഷംസീർ. അതോടൊപ്പം തന്നെ ശിവപ്രസാദ്, SFIയുടെ സംസ്ഥാന സെക്രട്ടറി ആയിട്ടുള്ളത്, അതോടെ SFIയുടെ മുൻ സംസ്ഥാന സെക്രട്ടറി ആയിട്ടുള്ള അനുശ്രീ, അതുകൂടാതെ തന്നെ സുകന്യ, KK ശൈലജ, ഇങ്ങനെ കുറേയധികം ആളുകളെ നമ്മൾ പ്രതീക്ഷിച്ചിരുന്നു. അപ്പോൾ അതുകൂടെ ഒരുപാട് മുഖങ്ങളുണ്ട്. ഒരുപക്ഷെ പറയുന്നത് രാജ്യസഭ MP ആയിട്ടുള്ള AA റഹീമിനെ വരെ ഇപ്രാവശ്യം LDF അല്ലെങ്കിൽ CPM മത്സരിപ്പിക്കേണ്ടതായിരുന്നു എന്നുള്ളതാണ് എൻ്റെ ഒരു പക്ഷം. അങ്ങനെ നോക്കുന്ന സമയത്ത് ഇവരെയൊക്കെ മാറ്റി നിർത്താനായിട്ടുള്ള ഒരു സാഹചര്യവും, അങ്ങനെ മാറ്റി നിർത്തിയത് കൊണ്ടാണോ അല്ലെ ഇതുപോലത്തെ ഒരു പരാജയം പാർട്ടിക്കകത്ത് വന്നത് എന്നുകൂടി പരിശോധിക്കേണ്ടതില്ലേ? തീർച്ചയായും. കാരണം CPMന് ഏറ്റവും വലിയ തിരിച്ചടി കിട്ടാനുണ്ടായ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ടുണ്ടായ പ്രശ്നങ്ങൾ തന്നെയാണ്. കാരണം നിലവിലുള്ള എല്ലാ MLA മാരും മത്സരിക്കട്ടെ എന്ന് തീരുമാനിക്കുന്നു. പക്ഷേ 2 ടേം എന്നുള്ള വ്യവസ്ഥ വെക്കുന്നു. പക്ഷേ ചില ആളുകൾക്ക് 3 ടേം മത്സരിക്കാൻ വേണ്ടി കൊടുക്കും. ഇപ്പോൾ ഏറ്റവും കൊണ്ട് ഇപ്പം കരഞ്ഞുകൊണ്ട് നടക്കുന്ന കായംകുളത്തെ സിറ്റിംഗ് MLA യു പ്രതിഭ 2 തവണ മത്സരിക്കുന്നു. 3-ാം തവണയും അവർ മത്സരിക്കുന്നു. ഈ 1-ാം തവണ MLA ആയ സമയത്ത് തന്നെ കായംകുളത്ത് വലിയ രീതിയിലുള്ള പാർട്ടിക്കകത്ത് തന്നെ വലിയ പ്രതിഷേധം ഉണ്ടായിരുന്നു യു പ്രതിഭയ്ക്കെതിരെ. DYFIയും അവിടുത്തെ പ്രാദേശിക നേതൃത്വമൊക്കെ ഈ യു പ്രതിഭയ്ക്ക് ശക്തമായി എതിരായിരുന്നു. പക്ഷേ യു പ്രതിഭ 3-ാമതും മത്സരിക്കുന്നു. പക്ഷേ തലശ്ശേരിയിലെ MLA ആയ AM ഷംസീർ ഞാൻ പല ചർച്ചകളിലും പറഞ്ഞിട്ടുള്ളതാണ്. ഷംസീർ ഒരു സ്പീക്കർ എന്നുള്ള രീതിയിലും അതുപോലെ തന്നെ അദ്ദേഹം ജനപ്രതിനിധി എന്ന രീതിയിലും വളരെ ശ്രദ്ധേയമായ പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കാൻ വേണ്ടി കഴിഞ്ഞ MLA ആണ്. അദ്ദേഹത്തിന് ഒരു ചാൻസ് കൂടി തലശ്ശേരിയിൽ നൽകിയിരുന്നുവെങ്കിൽ തലശ്ശേരിയിൽ മാത്രമല്ല ആ കണ്ണൂർ ജില്ലയിൽ തന്നെ അതിൻ്റെ ഒരു ബഹിസ്ഫുരണം ഉണ്ടായേനെ നമ്മളിൽ കാണേണ്ടതുണ്ട്. പക്ഷേ ഷംസീർ മത്സരിക്കേണ്ടതില്ല എന്ന് തീരുമാനിക്കുന്നു. അതേസമയം യു പ്രതിഭ മത്സരിക്കട്ടെ എന്ന് തീരുമാനിക്കുന്നു. ശിവൻകുട്ടി മത്സരിക്കട്ടെ എന്ന് തീരുമാനിക്കുന്നു. AC മൊയ്തീൻ മത്സരിക്കട്ടെ എന്ന് തീരുമാനിക്കുന്നു. AC മൊയ്തീന് പകരം അവിടെ ശരിക്കും ഒരു യുവ നേതൃത്വത്തെ, AC മൊയ്തീൻ അവിടെ മോശ സ്ഥാനാർത്ഥിയാണെന്നുള്ള നിലയിലല്ല ഞാനീ പറയുന്നത്. എങ്കിൽ പോലും ഈ സ്ഥലങ്ങളിൽ ഇപ്പം ശിവൻകുട്ടി അല്ലാതെ അവിടെ വളരെ ശക്തനായ ഒരു സ്ഥാനാർത്ഥി വരുന്നുണ്ടെങ്കിൽ അവിടെ ഒരു ശക്തമായ മത്സരം നടന്നേനെ. അവിടെ സംഭവിച്ചെന്താണ്? ശിവൻകുട്ടി വരുന്നതോടുകൂടി സംഭവിക്കുന്നത്, ശിവൻകുട്ടിക്ക് ആരോഗ്യ പ്രശ്നങ്ങളുണ്ട് എന്നറിയാം. ശിവൻകുട്ടി മൊത്തത്തിൽ അവിടെ ഊർജ്ജസ്വലനായ ഒരു MLA ആയിരിക്കില്ല എന്നുള്ളൊരു തോന്നൽ വരുന്നു. ഇതൊക്കെ വലിയ പ്രശ്നമാണ്. അപ്പോൾ എന്തുകൊണ്ട് ഷംസീറിനെ മത്സരിപ്പിച്ചില്ല എന്നുള്ള ചോദ്യത്തിന് ഉത്തരമില്ല. എന്തുകൊണ്ട് ഷംസീറിനെ മാറ്റി നിർത്തി? എന്തുകൊണ്ടാണ് തളിപ്പറമ്പിൽ ഈ PK ശ്യാമളയെ കൊണ്ടുവന്നത്? PK ശ്യാമളയെ കൊണ്ടുവന്നാണല്ലോ യഥാർത്ഥത്തിൽ കേരളത്തിലെ CPMൽ വലിയ തിരിച്ചടിക്ക് കാരണം. ഈ കുത്തൊരുക്കിനുണ്ടായ കാരണം എന്ന് പറയുന്നത് 2 സീറ്റുകളാണ്. അത് ഒന്ന് പയ്യന്നൂരാണ്, ഒന്ന് തളിപ്പറമ്പാണ്. ഈ പയ്യന്നൂരിൽ വേണമെങ്കിൽ ജോൺ ബ്രിട്ടാസിനെ മത്സരിപ്പിക്കാമായിരുന്നു. പയ്യന്നൂർ എന്ന് പറയുന്നത് ആരെ മത്സരിപ്പിച്ചാലും ജയിക്കും എന്നുള്ളൊരു സാഹചര്യമുള്ള സ്ഥലമാണ്. അതുകൊണ്ട് വേണമെങ്കിൽ ഈ ആരോപണ വിധേയനായ TI മസൂദിനെ മാറ്റി നിർത്താമായിരുന്നു. അത്തരത്തിലൊരു ചർച്ച പോലും ജില്ലാ കമ്മിറ്റിയുടെ ഭാഗത്ത് ഉണ്ടായില്ല എന്നുള്ളത് വലിയ ഗുരുതരമായ തെറ്റാണ്. പയ്യന്നൂരിൽ ഏതെങ്കിലും തരത്തിൽ ജോൺ ബ്രിട്ടാസ് മത്സരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി കഴിഞ്ഞിരുന്നെങ്കിൽ പ്രതിപക്ഷ നേതാവ് കൃത്യമായിട്ടും, കാരണം അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ ജോൺ ബ്രിട്ടാസ് നിയമസഭയ്ക്കകത്ത് വരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നെങ്കിൽ പിന്നീട് സംഭവിക്കാൻ പോകുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 6 മാസത്തിന് അപ്പുറത്തേക്ക് ഈ ഗവൺമെന്റ് എങ്ങനെ മുമ്പോട്ട് പോകും, നിയമസഭ വിളിക്കുന്നതിനെ കുറിച്ച് പോലും ഒരു പക്ഷേ പേടിയാവുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകുമായിരുന്നു. രാജ്യസഭയിൽ പോലും അദ്ദേഹത്തിന്റെ പെർഫോമൻസ് അത്തരത്തിലുള്ള ഒരു ചിന്തകൾ ഉണ്ടായില്ല. ഒരു ക്രൈസിസ് ഉണ്ടാകുന്ന സമയത്ത് അത് വളരെ ബുദ്ധിപൂർവ്വം
കൈകാര്യം ചെയ്യുക എന്നുള്ളതാണ് പാർട്ടിയുടെ നേതൃത്വത്തിലിരിക്കുക ചെയ്യേണ്ടിയിരുന്നത്. പക്ഷേ ജില്ലാ സെക്രട്ടറി കെ രാഗേഷും അതുപോലെ തന്നെ ജില്ലാ കമ്മിറ്റി അംഗങ്ങളും സംസ്ഥാന നേതൃത്വവും ഒന്നും ഈ വിഷയത്തിൽ യാതൊരു തരത്തിലും ഇടപെടാൻ തയ്യാറായില്ല എന്ന് മാത്രമല്ല, ഞങ്ങൾ പിടിച്ച മുയലിന് കൊമ്പ് 4 എന്നുള്ള നിലപാട് സ്വീകരിച്ചു എന്നുള്ളതാണ് അവിടെ പറ്റിയ ഏറ്റവും തെറ്റ്. ഈ സുകന്യയെ സ്ഥാനാർത്ഥിയാക്കാൻ വേണ്ടി ആദ്യം തീരുമാനിക്കുന്നു. ഇതിൽ വലിയൊരു തട്ടിപ്പ് ഉണ്ടായി എന്നുള്ളതാണ്. കണ്ണൂർ ജില്ലാ കമ്മിറ്റി തീരുമാനിക്കുന്നു ഇത്തവണ തളിപ്പറമ്പിൽ ഒരു വനിതാ സ്ഥാനാർത്ഥി ഉണ്ടാവട്ടെ എന്ന്. അത് എല്ലാവരും അംഗീകരിക്കുന്നു, വനിതാ സ്ഥാനാർത്ഥി ഉണ്ടാവും നല്ലതാണ് എന്ന്. ഓക്കെ. അതുപോലെ തന്നെ മട്ടന്നൂരിൽ സനോജ് മത്സരിക്കട്ടെ, ടീച്ചർ മാറി നിൽക്കട്ടെ എന്ന് തീരുമാനിക്കുന്നു. ടീച്ചർ അത് അംഗീകരിക്കുന്നു. ഞാൻ മട്ടന്നൂരിൽ അല്ലെങ്കിൽ മത്സരിക്കുന്നില്ല എന്ന് തീരുമാനിക്കുന്നു. വനിതാ പ്രാതിനിധ്യം കൂട്ടാൻ വേണ്ടിയിട്ടുള്ള നിലപാടായിരുന്നു എങ്കിൽ ടീച്ചറെ എന്ത് ചെയ്യണം, മട്ടന്നൂരിൽ തന്നെ മത്സരിപ്പിക്കണമായിരുന്നു. പക്ഷേ മട്ടന്നൂരിൽ ടീച്ചർ മത്സരിക്കണ്ട എന്ന് തീരുമാനിക്കുന്നു, സ്വീകരിക്കുന്നു. ടേം വ്യവസ്ഥയിൽ ടീച്ചർ മാറി നിൽക്കട്ടെ എന്ന് തീരുമാനിച്ചാൽ മാറി നിൽക്കണമായിരുന്നു. പക്ഷേ ടീച്ചറെ മട്ടന്നൂരിൽ മത്സരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ ടീച്ചർ എന്തിനാണ് പേരാവൂരിൽ മത്സരിക്കുന്നു എന്നുള്ള വലിയൊരു ചോദ്യം ഉയർന്നു. അതുപോലെ തന്നെ PK ശ്യാമളക്ക് മത്സരിക്കാൻ പറ്റുകയും സുകന്യക്ക് മത്സരിക്കാൻ പറ്റാതിരിക്കുകയും ചെയ്യുന്ന സാഹചര്യം ഏതാണ് എന്ന് ചോദിച്ചപ്പോൾ അതിന് വ്യക്തമായ ഉത്തരം വരുന്നു. PK ശ്യാമള എന്ന് പറയുന്നത് സംസ്ഥാന സെക്രട്ടറിയുടെ ഭാര്യയാണ് എന്നുള്ളതാണ്. അവർക്ക് നേരത്തെ അവിടെ വലിയ രീതിയിൽ സ്വീകാര്യതയൊക്കെ കിട്ടിയ ആളാണ്, ആന്തൂരിൽ നഗരസഭയുടെ അധ്യക്ഷയൊക്കെ ആയിരുന്ന ആളാണ് എന്നൊക്കെ ഉള്ളത് ശരിയാണ്. പക്ഷേ സ്റ്റേറ്റ് ലെവലിൽ അറിയപ്പെടുന്ന നേതാവ് ഇന്നും സുകന്യയാണ്. സുകന്യയൊക്കെ DYFIയുടെയും അതുപോലെ തന്നെ SFIയുടെയൊക്കെ ഭാരവാഹിയായിരുന്ന സമയത്ത് നടത്തിയ വലിയ പ്രക്ഷോഭങ്ങളുണ്ട് നമ്മുടെ മുന്നിൽ. അവർക്കൊക്കെ കിട്ടിയ മർദ്ദനത്തിൻ്റെ കണക്കുകൾ ഇപ്പോൾ ഈ പാർട്ടിയിൽ പലർക്കും അറിയില്ലായിരിക്കും. അത്രയേറെ സ്വീകാര്യതയുണ്ടായിരുന്ന, ഇപ്പം ജെയിംസ് മാത്യുവും ഈ സുകന്യയും തമ്മിൽ വിവാഹം കഴിക്കുന്നത് പോലും എങ്ങനെയാണ് ഈ സമരമുഖങ്ങളിൽ കണ്ട പരിചയത്തിൻ്റെ പേരിലാണെന്ന് ആലോചിക്കണം. അത്തരത്തിലുള്ള വലിയ സ്വീകാര്യത ഉണ്ടായിരുന്ന സുകന്യയെ പോലുള്ള നേതാക്കന്മാരെ മാറ്റി നിർത്തിക്കൊണ്ട് എന്തിനാണ് ഈ ശ്യാമളയെ കെട്ടിയിറക്കിയത് എന്നുള്ള ചോദ്യത്തിന് CPM ഇന്നുവരെ ഉത്തരം പറഞ്ഞിട്ടില്ല. ഇതിനൊക്കെ അപ്പുറത്തേക്ക് മറ്റൊരു കാര്യം കൂടിയുണ്ട്. ഈ കോടിയേരിയുടെ കുടുംബം എന്ന് പറയുന്നത് പലപ്പോഴും എനിക്ക് തോന്നുന്നു കേരളത്തിലെ പൊതുസമൂഹം വേണ്ട രീതിയിൽ ചർച്ച ചെയ്യാത്തൊരു കാര്യമാണ്. ഇപ്പോൾ കോടിയേരി ബാലകൃഷ്ണൻ്റെ ഭാര്യയ്ക്ക് എതിരെയും മക്കൾക്കെതിരെയും ഒക്കെ ചില വാർത്തകൾ വരുന്നു എന്നതിന് അപ്പുറത്തേക്ക് അവരെ വിശ്വസിക്കുന്ന, അവരിൽ വിശ്വാസം അർപ്പിക്കുന്ന കോടിയേരി കുടുംബത്തോട് നീതികേട് കാണിച്ചു എന്നുള്ളൊരു തോന്നലുണ്ട്. ആ തോന്നൽ മാറ്റണമെന്നുണ്ടായിരുന്നെങ്കിൽ എന്തൊക്കെയാണെന്ന് പറഞ്ഞാലും ഈ ബിനീഷ് കോടിയേരി SFIയിൽ പ്രവർത്തിച്ചിട്ടുള്ള ആളാണ്. വളരെ ശക്തമായ മറ്റേ തിരുവനന്തപുരത്ത് പഠിക്കുന്ന സമയത്തൊക്കെ SFIയുടെ സമരങ്ങളിലൊക്കെ മുൻപന്തിയിലുണ്ടായിരുന്ന ആളാണ്. അത് കൂടാതെ തന്നെ നമ്മൾ നോക്കുന്ന സമയത്ത് എപ്പോഴും ഒരു ഇടതുപക്ഷ സഹയാത്രികനായിട്ട് അല്ലെങ്കിൽ ഒരു CPMകാരനായിട്ട് സോഷ്യൽ മീഡിയയിൽ വലിയ ഇടപെടലുകൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തി കൂടിയാണ്. ഒരു പക്ഷേ ബിനീഷ് കോടിയേരിക്ക് കൂടി ഒരു അംഗീകാരം കൊടുത്തിരുന്നു എങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ളൊരു നീതികേട് കോടിയേരി ബാലകൃഷ്ണൻ എന്ന് പറയുന്ന, അതായത് ഇന്ന് പാർട്ടിക്കാരും വിമതന്മാരും എല്ലാം ഒരേ സ്വരത്തിൽ ഞങ്ങൾ മിസ് ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട ആളാണ് സഖാവ് കോടിയേരി ബാലകൃഷ്ണൻ എന്ന് പറയുന്ന സമയത്ത് അങ്ങനത്തെ ഒരു കാര്യം കൂടി പാർട്ടി ചിന്തിച്ചിരുന്നുവെങ്കിൽ എവിടെ ഈ പറഞ്ഞ തലശ്ശേരി തന്നെ അദ്ദേഹത്തെ മത്സരിപ്പിക്കാനായിട്ടുള്ള ഒരു തീരുമാനം പാർട്ടി എടുത്തിരുന്നുവെങ്കിൽ അത് പാർട്ടിക്ക് ഗുണം ചെയ്യില്ലായിരുന്നോ? അല്ല, അത് പാർട്ടിക്ക് അത്തരത്തിലൊരു രീതി ഇല്ലാത്തത് കൊണ്ട് ആയിരിക്കും അത്തരത്തിലൊരു ചർച്ച CPMൽ ഉണ്ടാകുമായിരുന്നു. പക്ഷേ ഇതിലൊരു വലിയ പ്രശ്നമുണ്ട്. കാരണം ഇപ്പോൾ തളിപ്പറമ്പിൽ ഇപ്പോൾ തിരഞ്ഞെടുക്കപ്പെട്ട TK ഗോവിന്ദൻ മാഷ് കുടുംബവും കോടിയേരിയുടെ വീട് സന്ദർശിച്ചു. അതിന് മുന്നേ തന്നെ ഈ TK ഗോവിന്ദൻ്റെ ഭാര്യ, അവരവിടെ സജീവ രാഷ്ട്രീയ പ്രവർത്തകയായിരുന്നു. അവർ പറയുന്ന ഒരു കൃത്യതയുണ്ട്. എന്താണെന്നറിയോ? അവർ പറഞ്ഞത് കോടിയേരി ബാലകൃഷ്ണൻ ജീവിച്ചിരുന്നുവെങ്കിൽ CPMൽ ഇത്തരം വിഷയങ്ങളൊന്നും ഉണ്ടാവുമായിരുന്നില്ല എന്ന് പറഞ്ഞു. അത് സത്യമാണ്. കാരണം കോടിയേരി ബാലകൃഷ്ണന് കുറച്ചും കൂടി വ്യക്തതയുണ്ടായിരുന്നു. സ്ഥാനാർത്ഥി നിർണയത്തിലൊക്കെ അദ്ദേഹത്തിൻ്റെ ചില കാഴ്ചപ്പാടുകളുണ്ടായിരുന്നു. കോടിയേരി ബാലകൃഷ്ണൻ്റെ ഈ അകാല മരണം യഥാർത്ഥത്തിൽ CPMനെ വല്ലാതെ തുലച്ചു കളഞ്ഞു എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. കോടിയേരി ബാലകൃഷ്ണൻ്റെ മരണം മാത്രമല്ല, അദ്ദേഹം ദീർഘകാലം പ്രവർത്തിച്ചിരുന്നത് തിരുവനന്തപുരം കേന്ദ്രമാക്കിയായിരുന്നു. അദ്ദേഹം ചെന്നൈയിൽ വെച്ച് മരിച്ചു. ആ മരിച്ച സമയത്ത് അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം തീർച്ചയായും തിരുവനന്തപുരത്ത് കൊണ്ടുവരികയും AKG സെൻറ്റർ പൊതുദർശനത്തിൽ വെക്കുകയും അദ്ദേഹത്തിൻ്റെ വിലാപയാത്രയായി ഒക്കെ തലശ്ശേരിയിലേക്ക് കൊണ്ടുവരികയും പിന്നീട് കണ്ണൂർ പയ്യാമ്പലത്ത് അടക്കുകയൊക്കെ ചെയ്തിരുന്നു എങ്കിൽ ഈ CPMനോ ഈ കോടിയേരിയോട് കുടുംബത്തോടൊക്കെ നീതി കാണിച്ചു എന്നുള്ളത് തോന്നലുണ്ടായി. പക്ഷെ ഒന്നും ഉണ്ടായില്ല. ഇതൊക്കെ യഥാർത്ഥത്തിൽ കണ്ണൂരിലെ പാർട്ടി പ്രവർത്തകർക്കിടയിൽ, കോടിയേരിയെ സ്നേഹിക്കുന്ന പാർട്ടി പ്രവർത്തകർക്കിടയിൽ വലിയ അഭിപ്രായ ഭിന്നത ഉണ്ടായിട്ടുണ്ട്, അവമതിപ്പുണ്ടായിട്ടുണ്ട്. നമ്മളിൽ കാണേണ്ടതുണ്ട്. കോടിയേരിയോട് നീതി കാണിച്ചില്ല എന്നുള്ള സത്യമാണ്. കാരണം എന്തുകൊണ്ടാണ് കോടിയേരിയുടെ ഭൗതിക ശരീരം തിരുവനന്തപുരത്ത് കൊണ്ടുപോയിരുന്നുള്ള ചോദ്യത്തിന് നേരത്തെ തന്നെ ഉത്തരം വന്നിട്ടുണ്ട്. തൊട്ടുപിറ്റേന്ന് മുഖ്യമന്ത്രിക്ക് വിദേശ യാത്ര പോകേണ്ടതുണ്ടായിരുന്നു, അത് മുടങ്ങുമെന്നുള്ളത് കൊണ്ടാണ് എന്നുള്ളത്. കാരണം കോടിയേരി ബാലകൃഷ്ണൻ്റെ ഭൗതിക ശരീരം വഹിച്ചുകൊണ്ട് അദ്ദേഹം തിരുവനന്തപുരത്ത് നിന്നും യാത്രയായി തലശ്ശേരി എത്തുമ്പോൾ 2 ദിവസം കഴിയും.
ഇത്രയും ദിവസം വെയിറ്റ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് മുഖ്യമന്ത്രി അദ്ദേഹത്തിന്റെ യാത്ര മുടങ്ങുമെന്നുള്ള ഭയം കാരണമാണ് ഒന്നും വേണ്ടാന്ന് വെക്കുകയും കോടിയേരിയിൽ നിന്നും പിന്നെ പയ്യാമ്പലത്തേക്കുള്ള ഒരു ചെറിയ ദൂരം മാത്രമുള്ള വിലാപയാത്രയിൽ ഒതുക്കുകയും ചെയ്തു. അങ്ങനെ ആ വിലാപയാത്ര വന്നിരുന്നെങ്കിൽ അതിന്റെ പ്രതിഫലനം തീർച്ചയായും പാർട്ടിക്ക് വലിയ രീതിയിൽ കാരണം കോടിയേരി അകാലത്തിലാണ് മരിച്ചു പോകുന്നത്, ഒരുപാട് പ്രായം ഉണ്ടായിട്ട് മരിച്ചതല്ല. അതുകൊണ്ട് തന്നെ ഭാവി കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിട്ട് പോലും കേരളം കണ്ടിരുന്ന അല്ലെങ്കിൽ CPM എങ്കിലും കണ്ടിരുന്ന ഒരു നേതാവായിരുന്നു കോടിയേരിന്റെ ഈ മരണം യഥാർത്ഥത്തിൽ ഈ പാർട്ടിയിൽ ഒരു വലിയ ഗ്യാപ്പ് സൃഷ്ടിച്ചിരിക്കുന്നു. അതായത് പിണറായിയിൽ നിന്നും മറ്റൊരു ഇതിലേക്കുള്ള ഗ്യാപ്പ് വളരെ വലുതായിരുന്നു. അത് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു തരത്തിലുള്ള നീക്കവും നേതൃത്വത്തിന്റെ ഭാഗത്ത് ഉണ്ടായില്ല എന്നുള്ളതാണ് സത്യം. ഇവിടെ വലിയ പ്രശ്നങ്ങൾ ഉണ്ടായത് ഈ തരത്തിൽ പല സ്ഥലങ്ങളിലും, ഇപ്പോൾ ഞാൻ കുറച്ച് സ്ഥലങ്ങൾ പറഞ്ഞേ ഉള്ളൂ, പല സ്ഥലങ്ങളിലും സ്ഥാനാർത്ഥി നിർണയത്തിൽ വലിയ പാളിച്ചകൾ ഉണ്ടായിട്ട് ഞാൻ ഒറ്റ ഉദാഹരണം പറയാം. വൈപ്പിനിൽ MLA ആയിരുന്ന ഉണ്ണികൃഷ്ണനെ എന്തിനാണ് അവിടുന്ന് മാറ്റിയിട്ട് തൃപ്പൂണിത്തുറയിൽ കൊണ്ടുവന്നെന്നുള്ള ചോദ്യത്തിന് പാർട്ടി ഇന്ന് വരെ അതിന് വ്യക്തത ഉണ്ടാക്കിയിട്ടില്ല. അപ്പം ഉണ്ണികൃഷ്ണൻ അവിടെ മത്സരിച്ച് ജയിക്കാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടായെങ്കിൽ അത് പരിഹരിക്കുന്നതിന് പാർട്ടിക്ക് കഴിഞ്ഞില്ല എന്ന്. അങ്ങനെയാണെങ്കിൽ ഉണ്ണികൃഷ്ണനെ മത്സരിപ്പിക്കാനേ പാടില്ല, ഉണ്ണികൃഷ്ണനെ മാറ്റി നിർത്താൻ തയ്യാറായില്ല. അപ്പോൾ ഇത് പലരുടെയും താല്പര്യത്തിനനുസരിച്ച് പല രീതിയിലുള്ള സ്ഥാനാർത്ഥികൾ പല സ്ഥലങ്ങളിലും വന്നു എന്നുള്ളത് നമ്മളിൽ കാണേണ്ടതുണ്ട്. ഇപ്പം തൃക്കാക്കരയിലെ സ്ഥാനാർത്ഥി എന്തുകൊണ്ടാണ് കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പിൽ വന്ന ജോനെ തന്നെ മത്സരിപ്പിക്കാൻ വേണ്ടിയിട്ട് പറ്റാതെ പോയത്? ജോസഫിനെ തന്നെ ഇവിടെ വീണ്ടും മത്സരിപ്പിച്ചിരുന്നെങ്കിൽ ചിലപ്പോൾ ഇത്രയും ഭൂരിപക്ഷം കൂടത്തില്ലായിരുന്നു. ഇത്തവണ എന്ന് പറഞ്ഞാൽ മൃഗീയ ഭൂരിപക്ഷമാണ് കിട്ടിയിരിക്കുന്നത് ഉമാ തോമസിന്. അതുകൊണ്ട് ഇത് പല സ്ഥലങ്ങളിലും ഇത്തരത്തിലുള്ള അപക്വമായ അല്ലെങ്കിൽ ഒരിക്കലും പാർട്ടി ഒരു കൃത്യമായൊരു പഠനം പോലും നടത്താതെ സ്ഥാനാർത്ഥികളെ തീരുമാനിച്ചു എന്നുള്ളത് തന്നെയാണ് ഈ തിരിച്ചടിക്ക് ഒരു കാരണം നമ്മൾ കാണണം. അല്ലാണ്ട് കേവലം പിണറായിനെ മാത്രം തലയിൽ വെച്ച് ഈ പരാജയത്തെ ചെറുതായി കാണുന്ന അർത്ഥമില്ല. പിണറായി ഒരു വലിയ ഘടകമാണ് തോൽവിക്ക് കാരണമെങ്കിൽ പോലും അതിനെയൊക്കെ പാച്ച് ചെയ്യാനുള്ള മറ്റ് മാർഗങ്ങളും കൂടി പാർട്ടിക്ക് ഉണ്ടാവണം. മാത്രമല്ല പിണറായിക്കെതിരെ ഇത്തരത്തിലൊരു മൂവ്മെന്റ് ഉണ്ട്, അല്ലെങ്കിൽ പിണറായി ഇങ്ങനെ ആളുകൾക്ക് അത്ര അങ്ങോട്ട് താല്പര്യമില്ല എന്ന് തിരിച്ചറിയാൻ വേണ്ടി പാർട്ടി കഴിയണം. പണ്ട് പറ്റുമായിരുന്നു. ഇപ്പോൾ പാർട്ടിയും അല്ലെങ്കിൽ പാർട്ടി നേതൃത്വവും അണികളും തമ്മിലുള്ള ഡിസ്റ്റൻസ് വലുതായി കൊണ്ടിരിക്കുന്നു. സാധാരണക്കാരായ ആളുകളുടെ മനസ്സ് വായിച്ചറിയാനുള്ള എനിക്ക് തോന്നുന്നു നമുക്ക് വി കുഞ്ഞികൃഷ്ണൻ പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞ് നമുക്ക് ഇതങ്ങോട്ട് അവസാനിപ്പിക്കാം. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ വി കുഞ്ഞികൃഷ്ണൻ പറഞ്ഞതെന്ന് വെച്ചാൽ ഭയം കൂടാതെ പാർട്ടിക്കകത്ത് അഭിപ്രായം പറയുകയാണ് വേണ്ടത്, മറിച്ച് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിയെ മാറ്റിയിട്ടൊന്നും ഈ പാർട്ടിക്ക് പ്രത്യേകിച്ച് ഗുണമുണ്ടാകാൻ പോകുന്നില്ല എന്നുള്ള രീതിയിൽ വി കുഞ്ഞികൃഷ്ണൻ പറഞ്ഞിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ് ആണ് എല്ലാം അടങ്ങിയിട്ടുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്.